എന്താണ് എൻഡോമെട്രിയോസിസ്? അണ്ഡാശയം ഒരു സ്ഥലത്തേക്ക് അടുപ്പിച്ചു നിന്ന് അവിടെ ബ്ലഡ് കെട്ടി പതുക്കെ ഓരോ മാസം മുറയിലും ബ്ലഡ് കെട്ടി അത് അണ്ഡാശയത്തിൽ ഒരു സിസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു അസുഖത്തിനെയാണ് അത് എൻഡോമെട്രിയോസിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ ഒരു പേഷ്യന്റ് എന്ത് സിംറ്റം കാണുമ്പോഴാണ് അത് ഇവാലുവേറ്റ് ചെയ്യാൻ വരേണ്ടത്? സലൈവറിയിൽ നിന്ന് നമ്മൾ ഈ മൈക്രോ RNA എന്ന് പറഞ്ഞ സാധനം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ എൻഡോമെട്രിയോസിസ് വളരെ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാപ്രോസ്കോപ്പി കൂടെ നമുക്ക് അതിന് പല ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് സിസ്റ്റെക്ടമി ചെയ്യാം, സിസ്റ്റ് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ അണ്ഡാശയം ഒരുപാട് ഡാമേജ് ചെയ്യുന്നത്. അതിന് പകരം ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ ലേസർ വെച്ചിട്ട് വളരെ മൈക്രോ മില്ലിമീറ്റർ വെച്ചിട്ട് ഒട്ടും അണ്ഡാശയം ഡാമേജ് ചെയ്യാതെ നമുക്കത് വേപ്രൈസ് ചെയ്ത് കളയാൻ പറ്റും. ശരിക്കും കൊച്ചു കുട്ടികളിൽ അത് വളരെ നല്ല എഫക്റ്റ് വരുന്ന ഒരു സാധനമാണ്. അതായത് ഫർദർ ഡാമേജ് നമുക്ക് ഓവറിയിൽ അവോയ്ഡ് ചെയ്യാം. ഈ സർജറി ചെയ്തത് കൊണ്ടുള്ള ഡാമേജ് നമുക്ക് ഓവറിയിൽ ശരിക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റും.